ഹായോ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മെൽറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐസിൻ്റെ മെൽറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് ചേഞ്ചിങ് മെറ്റീരിയലിൻ്റെ സിമുലേഷൻ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ അകത്ത്. ജസ്റ്റ് ആ ഒരു മെൽറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു ഏതെങ്കിലും ഒരു ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽ ആണ് അസ്യൂം ചെയ്യുക. നമ്മളിപ്പോൾ ഇതിൽ ഒരു ഐസ് ആണ് നമ്മൾ എടുക്കുന്നത്, മെറ്റീരിയലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോമെട്രി നമുക്ക് വരക്കാം. സ്പേസ് ക്ലെയിമിലാണ് നമ്മൾ വരക്കുന്നത്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്പേസ് ക്ലെയിം ഓപ്പൺ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സ് പോലെ ഉണ്ടാക്കുക. അതിൻ്റെ അകത്ത് ഐസ് ഉണ്ട്. ആൻഡ് ആ ഐസ് നമുക്ക് ഒരു സൈഡിൽ നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുത്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് മെൽറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമുലേഷൻ ആണ് ഇത്. നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്തിട്ട് ഏതൊരു പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, എസ്പെഷ്യലി ഫോർ ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽസ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 8x16 ഡയമെൻഷനിൽ നമ്മളൊരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ജസ്റ്റ് ഒരു കുറച്ച് തിക്നെസ് കൊടുത്തൊരു 4 mm തിക്നെസ് കൊടുത്തിട്ട് ഞാനൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഐസാണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫേസിലാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഐസ് മെൽറ്റ് ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് സിമുലേറ്റ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇനി നമ്മൾ മെഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റെഫ്രിജറേറ്ററിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽസിൻ്റെ അനാലിസിസ്, എസ്പെഷ്യലി വിത്ത് റിലേറ്റഡ് ടു ദിസ് റെഫ്രിജറേറ്റർ. ഓക്കെ, റെഫ്രിജറേറ്റർ ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കൂളറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽസ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഒരു ബേസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മെഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മൾ നോർമലി മെഷിൽ ചെയ്യാറുള്ള പോലെ കോർഡിനേറ്റ് സിസ്റ്റം ഇൻസേർട്ട് ചെയ്യുക. കോർഡിനേറ്റ് സിസ്റ്റം ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഏതാണോ ജോമെട്രി ആ ജോമെട്രി സെലക്ട് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ അപ്ലൈ. അതിനുശേഷം നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് തന്നെ മെഷ് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ബ്ലോക്കാണ്, ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മെഷിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ചൊന്ന് ഫൈനാക്കി കൊടുക്കാം. നമുക്ക് ഫേസ് സൈസ് ഒരു 0.2 mm കൊടുക്കുക. 0.2 mm കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഇപ്പോൾ ഈ മെഷ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അതൊരു 96,000 എലമെന്റ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, ഇനി നമുക്ക് ബൗണ്ടറീസ് നെയിം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഫേസ് മാത്രമാണ് നമ്മൾ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ബൗണ്ടറി ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇൻസുലേഷനാണ്. അപ്പോൾ നമ്മളിത് മാത്രം നെയിം ചെയ്യുക. സോഴ്സ് എന്ന് പറഞ്ഞാൽ നെയിം ചെയ്യുകയാണ്. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അത് മാത്രം നെയിം ചെയ്യുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഒരു ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യുകയാണ്. എല്ലാം നെയിം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് നോക്കാം ഇൻസുലേഷൻ എവിടെയൊക്കെയാണുള്ളതെന്നുള്ളത് ക്രോസ് ചെയ്യാവുന്ന. ഓക്കെ, 5 സൈഡ് കംപ്ലീറ്റ് നമുക്ക് ഇൻസുലേഷൻ ആണുള്ളത്. ഇനി ഒരു സൈഡിൽ നമുക്കുള്ളത് സോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സെറ്റപ്പ് എടുക്കാം. മെഷ് ഒന്ന് നമുക്ക് അപ്ഡേറ്റ് കൊടുത്തേക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ക്ലിക്ക് ഓൺ അപ്ഡേറ്റ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. ഡബിൾ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക ആൻഡ് നമുക്ക് 2 പ്രോസസർ വെച്ചിട്ട് നമ്മൾ പാരലായിട്ട് റൺ ചെയ്യുവാണ്. അപ്പോൾ നമ്മളിതിൽ ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ഓഫ് അനാലിസിസ് ആണ് നടത്തുന്നത്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഫ്ലൂയിഡായിട്ട് കൊടുക്കുന്നത് വാട്ടറാണ്, ഐസാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്രാവിറ്റേഷനിൽ ഇത് വെച്ചിട്ടായിരിക്കും ലിക്വിഡായിട്ട് താഴത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്പ്ലേയിൽ നമുക്ക് പോയിട്ട് സോഴ്സ്, അതായത് നമ്മൾ ആ ഹീറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇതാ വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്, അതായത് വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ് അല്ലേ, വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ മുകളിലോട്ടേക്കാണ് ഗ്രാവിറ്റി ഡയറക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ താഴത്തോട്ടേക്കാണെന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ആ ബോക്സ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു പൊസിഷനാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഗ്രാവിറ്റി ഡയറക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് വൈ ആക്സിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, ടുവേർഡ്സ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഡൗൺവേർഡ്സ് ആണ് നമ്മൾ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി ക്ലിക്ക് ചെയ്യുക, ഗ്രാവിറ്റി ബോക്സ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ -9.81 എന്നുള്ളത് നമ്മൾ വൈ ആക്സിൽ കൊടുക്കുക. ഓക്കെ, 9.81 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അത് വൈ ആക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നേരെ നമുക്ക് മോഡൽസിലേക്ക് പോകാം. മോഡൽസിൽ നമ്മൾ സോൾഡിഫിക്കേഷൻ ആൻഡ് മെൽറ്റിംഗ് ഓൺ ആക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എനർജി ഇക്വേഷൻ കൂടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, കാരണം അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, വിസ്കോസിറ്റി ലാമിനാർ തന്നെ മതി. ഇനി നമുക്ക് മെറ്റീരിയൽസ് ചൂസ് ചെയ്യണം. എയർ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് കിടക്കേണ്ടാവുക. നമുക്ക് എയർ അല്ല വേണ്ടത്, നമുക്ക് ഫ്ലുവൻറ്റ് ഡാറ്റാബേസിൽ പോയിട്ട് നമുക്ക് ഐസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഐസ് സെലക്ട് ചെയ്യുക. ഐസ് സോളിഡ്. ഓക്കെ, ഐസ് സോളിഡ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അവിടെ നമുക്ക് കോപ്പി ചെയ്യുക പ്രോപ്പർട്ടീസ്. നമുക്ക് അവിടെ കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നത് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് പറയുന്നത് 334 കിലോ ജൂൾ/കിലോഗ്രാം ആണ്. ഇവിടെ ജൂൾ/കിലോഗ്രാം നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ 334 ഇൻറ്റു 10⁻3. ഓക്കെ, ഇൻറ്റു 10⁻3 ആണ് നമുക്ക് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് ആയിട്ട് വരുന്നത്. അതുപോലെ സോൾഡസ് ടെമ്പറേച്ചർ 273 കെൽവിനും ലിക്വിഡസ് ടെമ്പറേച്ചറും 273 കെൽവിനാണ്. ഓക്കെ, ക്രിയേറ്റ് ചേഞ്ച് കൊടുക്കാം, ക്ലോസ്. ഇനി നമുക്ക് സെൽ സോൺ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ജോമെട്രിയിൽ ഏത് ഫ്ലൂയിഡാണ് അസൈൻ ചെയ്തേക്കുന്നത് നോക്കുക. എയർ ആണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്, അത് ചേഞ്ച് ചെയ്യുക, അത് ഐസ് ആക്കുക. ക്ലിക്ക് ഓക്കെ. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിലേക്ക് പോവാം. അവിടെ ഇൻസുലേഷനിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഇല്ല, അപ്പോൾ ഹീറ്റ് ഫ്ലക്സ് 0 എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് അവിടെ ഒരു ഫേസിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. അപ്പോൾ തെർമൽ എടുക്കുക, ഹീറ്റ് ഫ്ലക്സ് 0, അത് ഡീഫോൾട്ടായിട്ട് കിടക്കുവാണ്. നമുക്കതുപോലെ സോഴ്സ് വോൾ നോക്കുക. സോഴ്സ് വോളിൽ നമുക്ക് എത്രയാണോ ടെമ്പറേച്ചർ, ഒന്നെങ്കിൽ നമുക്ക് ഹീറ്റ് ഫ്ലക്സ് ആയിട്ട് കൊടുക്കാം, വാട്ട്/മീറ്റർ സ്ക്വയറിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ടെമ്പറേച്ചറാണ് സ്പെസിഫൈ ചെയ്യുന്നത്. 300 കെൽവിനാണ് നമ്മൾ ടെമ്പറേച്ചർ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ ചെയ്തിട്ട് ക്ലിക്ക് ഓൺ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞു, ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇനിഷ്യലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എല്ലാ ഡൊമൈനിലും ഓൾ സോൺസ് ക്ലിക്ക് ചെയ്യുക. അതായത് ഐസ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഐസിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ -20°C ആണ്, നമുക്കൊരു 253 കെൽവിൻ കൊടുക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ നമ്മൾ ആ ഇനിഷ്യൽ കണ്ടീഷനിൽ ഐസ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൈബ്രിഡ് കാൽക്കുലേഷൻ കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കേസിൽ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വാല്യൂ കൊടുത്തിട്ട് വേണം നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് എല്ലാ സോണിലുള്ള ഐസ് 0 ഡിഗ്രിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. നമ്മൾ കാൽക്കുലേഷൻ ആക്ടിവിറ്റിയിൽ ജസ്റ്റ് ഒരു 100 ഇറ്ററേഷൻസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. ദെൻ നമ്മൾ റൺ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മളെപ്പോഴും റൺ ചെയ്യാൻ നേരത്ത് വളരെ ചെറിയൊരു വാല്യൂ വേണം ടൈം സ്റ്റെപ്പായിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് 20 കൊടുക്കാം. മാക്സിമം നമ്പർ ഓഫ് ടൈം സ്റ്റെപ്പ് നമുക്കൊരു 1000 കൊടുക്കാം. അതായത് ഒരു ടൈം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ 0.01 സെക്കൻഡ് ആണ്. അപ്പോൾ 0.01 ഇൻറ്റു 1000 സെക്കൻഡ് വരെയാണ് നമ്മളിപ്പോൾ സൊല്യൂഷൻ റൺ ചെയ്യുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുക റിസൾട്ട്. അപ്പോൾ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടിയാൽ നമ്മൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കുറച്ച് നേരം നമുക്ക് റൺ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ, ഇവിടെ വേറൊരു ചെറിയൊരു ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ വെലോസിറ്റി ആദ്യമേ കണ്ടിന്യൂക്കേഷനിൽ വെലോസിറ്റി എല്ലാം 0 ആയിരുന്നു, പക്ഷേ പിന്നീട് വെലോസിറ്റി ഇൻക്രീസ് വരുന്ന കാണാം. ദാറ്റ് മീൻസ് അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടിട്ട് അവിടെ ഒരു CP കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൊല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട് എയറിൻ്റെ അല്ല, നമുക്ക് ഐസിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുത്ത് അവിടെ അപ്രോക്സിമേറ്റ്ലി 2000 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും കാൽക്കുലേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആ ഒരു എറർ അവിടെ ഉണ്ടാവില്ല, കാരണം 273 കെൽവിൻ വരെ ആയിരിക്കും അവിടെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ഡാറ്റാബേസിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഇത് കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത റൈറ്റേഷൻ തുടങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് വീണ്ടും അങ്ങനത്തെ ഒരു എറർ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല അല്ലേ, ഇപ്പോൾ കാണുന്നില്ല അത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് കൺവേർജ് ചെയ്ത് പെട്ടെന്നത് സൊല്യൂഷൻസ് റൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് എത്ര ടൈം എടുക്കും നമുക്ക് നോക്കാം. അതിന് കുറച്ച് ടൈം സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് എടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 8 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 8-9 സെക്കൻഡ് അടുത്തെത്തി. തൽക്കാലം ഞാനിപ്പോൾ നിർത്തുവാണ്. ഇത് നമുക്ക് എത്രയാണ് അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നേക്കണം, എങ്ങനെയാണ് അതിൻ്റെ മെൽറ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ റിസൾട്ട്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ബോക്സ് ഉണ്ടായിരുന്ന ഡയറക്ഷൻ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ Y ആക്സിസിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നത്. Y ആക്സിസിൻ്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു ഇരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. Z എക്സ് പ്ലെയിനിൽ നമുക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഒരു കോണ്ടൂർ എടുത്ത് നോക്കാം. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം. ലൊക്കേഷൻ നമുക്ക് പ്ലെയിൻ 1 ആയിട്ട് കൊടുക്കുക. ദെൻ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, ക്ലിക്ക് ഓൺ അപ്ലൈ. നമ്മുടെ സോഴ്സ് ഉണ്ടായിരുന്ന ഇതായിരുന്നു. അപ്പോൾ സോഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് പതുക്കെ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഐസ് മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് മാസ് ഫ്രാക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്ലൈ ചെയ്യാം. മാസ് ഫ്രാക്ഷൻ നോക്കിയാലും കാണാം അവിടെ മാസ് ഫ്രാക്ഷന് ഒരു ഡിഫറൻസ് വന്നേക്കുന്നത് കാണാം. ഓക്കെ, വാട്ടറിൻ്റെ മാസ് ഫ്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് അവിടെ ലിക്വിഫൈ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ടേക്ക് മുഴുവൻ ഐസാണുള്ളത്. ഓക്കെ, ബ്ലൂ കളറിൽ കാണുന്നത് കംപ്ലീറ്റ് ഐസാണ്. അപ്പോൾ ഇതാണ് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇത് എത്ര സമയം എടുക്കും നമുക്ക് ആ ഒരു ചെറിയൊരു ക്യൂബ് ഓഫ് ഐസ് മെൽറ്റ് ആവാനായിട്ട്, എത്ര ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അനാലിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എന്താ പറയുക, മെൽറ്റിങ് എൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ. ഇതേപോലെ നമുക്ക് ഫേസ് ചേഞ്ചിങ് മെറ്റീരിയലിൻ്റെ ഒരു റെഫ്രിജറേറ്റർ ക്യാബിൻ, അങ്ങനെ എന്ത് സാധനത്തിന് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജോമെട്രിയും കാര്യങ്ങളെല്ലാം വ്യത്യാസം വരും. മെഷീനിലെല്ലാം നമ്മൾ അല്ലെ ബൗണ്ടറി കണ്ടീഷൻസിൽ നമ്മൾ ഏതൊക്കെയാണോ ബൗണ്ടറീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിലെല്ലാം ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ബേസിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, മെൽറ്റിംഗ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിന് ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.